നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്ന ബുക്കും പെന്നും എടുത്തിട്ട് എന്നിട്ട് ബുക്ക് അങ്ങോട്ട് തുറക്കുക. എന്നിട്ട് ആദ്യം വരച്ചതൊക്കെ കണ്ടിട്ടൊന്ന് മനസ്സുഖപ്പെടുത്തുക. അതിനുശേഷം ഒരു ഫ്രഷ് പേജ് അങ്ങോട്ട് എടുക്കുക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കുറച്ച് വളഞ്ഞും തിരിഞ്ഞുള്ള ലൈൻസ് ക്രോസ് ആക്കിയിട്ടുണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇത് സംഭവം ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ലാസ്റ്റിലൊക്കെ കണ്ട അതിനും വലിയ സൂപ്പറാണ്. ഏത് ചെറിയ കുട്ടികൾക്കും ചെയ്യാം. ഒരു 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക്. കുഞ്ഞാപ്പിയെ കുട്ടികൾക്ക് കൂടുന്ന കാര്യം നടക്കൂല. അതിനുശേഷം ആ ഗ്യാപ്പുള്ള ഭാഗത്ത് കൂടെ അതുപോലെ തന്നെ വരച്ചെടുക്കാം. എനിക്ക് ഈ പണി കഴിഞ്ഞിട്ട് വേണം നാളെ സ്കൂളുണ്ടോ ഇല്ലേന്നൊക്കെ അനൗൺസ് ചെയ്യാൻ. അമ്മാതിരി ബിസി ആയതുകൊണ്ട് വരക്കണ ലൈനിനൊക്കെ കുറച്ച് പെർഫെക്ഷൻ കൂടിപ്പോയെന്നൊരു ഡൗട്ട്. കൂടിയാലും ഇപ്പൊ എന്താ കുറഞ്ഞക്കല്ലോ. എനിക്ക് നല്ല ക്ഷമ ഉണ്ടായതിനെ കൊണ്ട് വരക്കണ വരകളൊക്കെ നല്ല സൂപ്പറാണ്. ഏതായാലും വരകളൊക്കെ പലതരത്തിലുണ്ട്. നമുക്കിപ്പോ എന്താ ലൈൻസ് ആയാ പോരെ. അത് അയക്കണമെന്നാണ് നിന്റെ ഒരു നിഗമനം. വരകൾ തമ്മിലുള്ള ഗ്യാപ്പ് കാളിമ്പോത്തും തമ്മിലുള്ള ബന്ധം പോലെ ആയാലും ലാസ്റ്റിലൊക്കെ കാണാൻ എന്തായാലും സൂപ്പറാണ്. നമ്മളെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ ക്രോസ് ആക്കി വരച്ച ലൈനുകളൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡാർക്ക് ചെയ്ത ലൈൻസ് ഒക്കെ ഒന്ന് വിരൽ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏത് വിരൽ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പോൾ ഇതാണ് നമ്മുടെ കലാപരിപാടിയുടെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ഒരു ലൈക്കും സപ്പോർട്ടൊക്കെ ആയിക്കോട്ടെ കേട്ടോ.